ഇത് ആരാ ഇത് കെട്ടി തന്നെ നോക്കട്ടെ പടം ഒന്നും എടുക്കട്ടെ എന്താ അണ്ണ എത്ര 114 എവിടെ താഴോട്ടോ? വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരിനൊപ്പം സ്ത്രീയെന്ന് രേഖപ്പെടുത്തിയാൽ എന്തു ചെയ്യും? എഴുകോൺ സ്വദേശി രാജേന്ദ്ര പ്രസാദിന് തൻ്റെ പേരിനൊപ്പം സ്ത്രീയെന്ന് രേഖപ്പെടുത്തിയത് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. നേരിട്ട് പ്രതിഷേധിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന രാജേന്ദ്ര പ്രസാദ് ചെയ്തത് ഒന്നൊന്നര പണിയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികൾക്ക് മുന്നിൽ തന്നെ പ്രതിഷേധിക്കാൻ ഈ രാജേന്ദ്രൻ ചേട്ടൻ തീരുമാനിച്ചു. രാവിലെ സ്ത്രീ വേഷത്തിൽ ബൂത്തിലെത്തി വോട്ടിട്ടാണ് തൻ്റെ പേരിനൊപ്പം സ്ത്രീ എന്നെഴുതി ചേർത്ത ഇലക്ഷൻ കമ്മീഷനോട് രാജേന്ദ്രൻ ചേട്ടൻ പ്രതിഷേധിച്ചത്. ഇത് ആരാ ഇത് കെട്ടി തന്നെ നോക്കട്ടെ പടം ഒന്നും എടുക്കട്ടെ എന്താ അണ്ണ എത്ര 114 എവിടെ താഴോട്ടോ? മക്കളെ ഈ വോട്ട് കൂട്ടുന്നത് എവിടാണോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സുപ്രീം കോടതി എന്ന് കേട്ടിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉന്നത നീതിപീഠം. അവർക്കെതിരെ സംസാരിക്കാൻ ആർക്കും അധികാരമില്ല. സംസാരിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച പൗരത്വ ഭേദഗതിയിൽ ഞാനൊരു പുരുഷനായിട്ട് സ്ത്രീയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ തിരുത്താൻ എനിക്ക് അവകാശമില്ല. ഇവിടുത്തെ പരമോന്നത ഭരണഘടനാ പീഠമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അതിന് അധികാരമുണ്ട്. ഞാൻ വോട്ട് ചെയ്യാനായിട്ട് ചെന്നു. സ്ത്രീയായി തന്നെ ഞാൻ വോട്ട് ചെയ്തു.